SFIOയ്ക്ക് പിന്നാലെ ഇഡിയും മകൾക്കെതിരെ കേസെടുക്കുന്നതോടെ ആശങ്കയിലായി മുഖ്യമന്ത്രി. വിഷയത്തിൽ കാര്യമായ മറുപടി നൽകാതെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയിരുന്നു. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത്രയും നാളും തുടർന്നു വന്ന മൗനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഭഞ്ജിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപാകെ. പക്ഷേ പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയായുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ SFIOയ്ക്ക് പിന്നാലെ ഇഡിയും മകൾക്കെതിരെ കേസെടുക്കുന്നതോടെ കൂടുതൽ ആശങ്കയിലായിരിക്കുകയാണോ മുഖ്യമന്ത്രി? അങ്ങനെ തന്നെ പറയേണ്ടി വരും രോഹിണി. കാരണം ഇപ്പോൾ SFIO കൃത്യമായ തെളിവുകളോടെ സമർപ്പിച്ച കുറ്റപത്രം, അതോടൊപ്പം തന്നെ ഈ കോടതി നടപടികൾ പൂർത്തിയായാലുടൻ ഇഡി ഈ വിഷയത്തിൽ ഇടപെട്ട് അത് കേസെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നു. അത് മുഖ്യമന്ത്രിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ രീതി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കുക. കാരണം ആദ്യം മുതൽ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകിയില്ല. അപ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞൊഴിവാകുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു മറുപടി പോലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ സ്ഥിരം ചില ശൈലിയിലുള്ള ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പൊതുവെ ഒരു ആശങ്കയുണർത്തുന്ന അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു രീതിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും വലിയ കുരുക്കിലാണ് മുഖ്യമന്ത്രിയൊക്കെ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു തർക്കവുമില്ലാതെ നിൽക്കുന്നു. ഈ ഇഡി കേസെടുക്കുന്നതോടെ കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം. ഒരുപക്ഷേ വീണ തൈക്കണ്ടിലിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നീളാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ SFIO അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇഡി വിഷയത്തിൽ കേസെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഒരു അറസ്റ്റിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ എത്തിച്ചേർന്ന സവിശേഷമായ ഒരു സാഹചര്യം അത് ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയെ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ് ഇതിനിടയിൽ CBIക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ CBI അന്വേഷണം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിദഗ്ധരായ ആളുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാരൊക്കെ ഇടപെട്ട ഒരു കള്ളപ്പണ ഇടപാടുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇഡി കേസെടുത്തിരിക്കുന്നു. ഈ കള്ളപ്പണ ഇടപാടിലൂടെ ഒരു അഴിമതിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനാന്തര ഇടപാടുകൾ നടന്നിട്ടുള്ള സാഹചര്യത്തിൽ CBIക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നതിന് സാധിക്കും. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യമാകില്ല, അത് കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 5-6 കേന്ദ്ര ഏജൻസികൾ ഒരേ സമയം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം നടത്തുന്നു, പരിശോധനകൾ നടത്തുന്നു, അവർക്കെതിരെ തെളിവുകൾ കണ്ടെത്തുന്നു എന്നൊരു സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പ്രതിരോധിക്കാൻ CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ വല്ലാതെ പാടുപെടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഈ CMR-ൽ നൽകിയിട്ടുള്ളൊരു ഹർജി നിലനിൽപ്പുണ്ട്. അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിലേക്ക് മാറ്റിയെങ്കിലും അത് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹർജിയിൽ തീരുമാനമാകുന്നതോടുകൂടി നിലവിൽ തന്നെ SFIയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുള്ള ഇഡി പെട്ടെന്നുള്ള നടപടികളിലേക്ക് എത്തിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.